സംസ്ഥാന സമ്മേളനവും യാത്രയയപ്പ് സമ്മേളനവും നടത്തി. VHSC പ്രിൻസിപ്പൽ ഫോറത്തിന്റെ സംസ്ഥാന സമ്മേളനമാണ് കൊല്ലം പള്ളിമുക്കിൽ നടന്നത്. VHSC പ്രിൻസിപ്പൽ ഫോറത്തിന്റെ സംസ്ഥാന സമ്മേളനം നടത്തി. യാത്രയയപ്പ് സമ്മേളനവും ഇതോടനുബന്ധിച്ച് നടന്നു. NK പ്രേമചന്ദ്രൻ MP നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. അധ്യാപകരുടെ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കുന്നതിന് വേണ്ടി നിയമസഭയിൽ മുൻകൈയെടുത്ത് പ്രവർത്തിക്കണമെന്നുള്ള നിവേദനം പ്രേമചന്ദ്രൻ MP സ്ഥലം MLA വിഷ്ണുമോഹന് കൈമാറി. സാധ്യമാക്കുന്നതിന് അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ സമയം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് തൊട്ടടുത്ത നിയമസഭാ സമ്മേളനത്തിൽ VHSC പ്രിൻസിപ്പൽ ഫോറത്തിന്റെ ഈ ആവശ്യങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം, ചുമതല, അത് പരിഹരിക്കുന്നതിനുള്ള നേതൃപരമായ പങ്കുവഹിക്കാൻ ഞാൻ ഈ നിവേദനം നിങ്ങളുടെ സാന്നിധ്യത്തിൽ പ്രിയപ്പെട്ട ശ്രീ വിഷ്ണുമോഹൻ MLAക്ക്. കാരണം കേവലം ഔപചാരികമായ വിദ്യാഭ്യാസത്തിനപ്പുറത്ത് വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തു വരുന്ന ഒരു വിദ്യാർത്ഥിക്ക് സ്വയാർജിതമായി തൊഴിലെടുത്ത് ജീവിക്കാൻ പര്യാപ്തമായ നിലയിൽ അവരെ അധികാരവൽക്കരിക്കുക അല്ലെങ്കിൽ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് 1983-84 അധ്യയന വർഷത്തിൽ, നേരത്തെ പറഞ്ഞത് ശരിയാണെന്നുണ്ടെങ്കിൽ, ഇത് ആരംഭിച്ചത്. 1992 എയ്ഡഡ് വിദ്യാഭ്യാസവും ആരംഭിച്ചു, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി രംഗത്ത്. ഇന്ന് 2026-27 അധ്യയന വർഷത്തിൽ അല്ലെങ്കിൽ 2026-27 അധ്യയന വർഷം ആരംഭിക്കാൻ പോവുകയാണ് ജൂൺ മാസം 1-ാം തീയതി. നിങ്ങളോട് പറഞ്ഞത് കേട്ടപ്പോൾ ഞാനും അത്ഭുതപ്പെട്ടു പോയി, വിസ്മയിച്ചു പോയി. ഇത്രയും വർഷത്തെ 84-ഉം 16-ഉം ഏതാണ്ട് 26-ഉമായപ്പോ ഏതാണ്ട് 42 വർഷം കഴിഞ്ഞതിന് ശേഷവും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്ത് പ്രിൻസിപ്പൽ തസ്തിക സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വിരോധാഭാസമാണ്, ഏറ്റവും കനത്ത വിവേചനമാണ്. യാത്രയയപ്പ് സമ്മേളനം കൊല്ലം മേയർ AK ഹഫീസ് ഉദ്ഘാടനം ചെയ്തു. MLA വിഷ്ണുമോഹൻ മുഖ്യപ്രഭാഷണം നടത്തി. വിവിധങ്ങളായ വിഷയങ്ങളെ കുറിച്ച്, അത് അധ്യാപകരോ പ്രിൻസിപ്പളോ മാത്രമല്ല, നമ്മുടെ മേഖല, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മേഖല നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് എനിക്ക് മുമ്പ് ഉദ്ഘാടന പ്രാസംഗികൻ പ്രിയപ്പെട്ട NK പ്രേമചന്ദ്രൻ ഇവിടെ സൂചിപ്പിച്ചത്. അദ്ദേഹം ഒരു ചുമതല കൂടി എന്നെ ഇവിടെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിനടക്കം ഇവിടെ നൽകിയ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അധ്യാപകരുടെയും അല്ലെങ്കിൽ പ്രിൻസിപ്പൽമാരുടെയും അടക്കമുള്ള ഈ മേഖല നേരിടുന്ന പ്രതിസന്ധി കേരള നിയമസഭയ്ക്കകത്ത് ഉന്നയിച്ച് സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന അതിന് അനിവാര്യമായ മാറ്റം, നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം ഞാൻ ഈ സംസ്ഥാന സമ്മേളനത്തിന് മുമ്പാകെ അതിന്റെ പ്രിയപ്പെട്ട അധ്യാപകർക്ക് മുമ്പാകെ VPF സംസ്ഥാന പ്രസിഡന്റ് ഹാരിസ് M അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി S പത്മകുമാർ സ്വാഗതം പറഞ്ഞു. റിട്ടയർഡ് VHSC ഡെപ്യൂട്ടി ഡയറക്ടർ കരിക്കുലം M ഉബൈദുള്ള വിശിഷ്ടാതിഥിയായി. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് ഫിനാൻസ് ഓഫീസർ ആൻഡ് സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ നിശാന്ത് B മുഖ്യാതിഥിയായി. സർവീസിൽ നിന്ന് വിരമിക്കുന്നവർക്കുള്ള ആദരവ് NK പ്രേമചന്ദ്രൻ MP നിർവഹിച്ചു. സദക്കത്തുള്ള ഷൈജിത്ത്, ശ്രീകുമാർ, ഷാലു ജോൺ, പ്രദീപ് കുമാർ, സുനിൽ കുമാർ, ജിനേഷ്, ബിജോയ്നാഥ്, യാസർ, മുഹമ്മദ് ഇസ്മയിൽ, സഞ്ജീവ് കുമാർ, ദിലീപ് RK തുടങ്ങിയവർ പങ്കെടുത്തു. VPF സംസ്ഥാന ട്രഷറർ സിന്ധു പ്രഭാകർ വരവ് ചെലവ് കണക്കുകളും റിപ്പോർട്ടും അവതരിപ്പിച്ചു. VSF സംസ്ഥാന ജനറൽ സെക്രട്ടറി S പത്മകുമാർ സ്വാഗതവും കോർഡിനേറ്റർ പ്രേംരാജ് നന്ദിയും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.